നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണ് തിരക്ക്. ADGP MR അജിത് കുമാർ. കേരളത്തിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 200 പേർക്ക്. പുതിയിടം തേടുന്നില്ല, പഴയയിടം തന്നെ. സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണയും ഭക്ഷണം ഒരുക്കും. KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവം. മുഖ്യമന്ത്രിയുടെ കമാൻഡോകൾക്കെതിരെ കേസെടുത്തു. വാർത്തകൾ വിശദമായി. ശബരിമലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണ് തിരക്കെന്ന് ADGP MR അജിത് കുമാർ. 80,000 ആളുകളെ ഉൾക്കൊള്ളുന്നിടത്ത് 1 ലക്ഷത്തിലധികം വരുന്നതായി ADGP പറഞ്ഞു. ദർശനമല്ല പ്രശ്നം, മറിച്ച് ദർശനത്തിന് എടുക്കുന്ന സമയമാണ് പ്രശ്നം. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. വെർച്വൽ ക്യൂ പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും ADGP കൂട്ടിച്ചേർത്തു. പമ്പയിലെ പാർക്കിങ്ങിനെ തുടർന്ന് തിരക്ക് ക്രമീകരിക്കാൻ ഇടത്താവളങ്ങളിൽ നിയന്ത്രിച്ചേ മതിയാകൂ. നിലവിൽ ഇടത്താവളങ്ങളിലുള്ള ഭക്തർ അവിടെ തന്നെ തുടരണമെന്നും ADGP പറഞ്ഞു. പമ്പയിൽ പാർക്കിംഗ് അനുവദിച്ചാൽ നിലയ്ക്കലിലെ പ്രശ്നങ്ങൾ അല്പം കുറയുമെന്നും ADGP വ്യക്തമാക്കി. രാജ്യത്ത് കോവിഡ് ബാധ വർദ്ധിക്കുന്നു. ഇന്ത്യയിൽ 24 മണിക്കൂറിനിടെ 412 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആക്റ്റീവ് കേസുകളുടെ എണ്ണം 4170 ആയിട്ടുണ്ട്. കേരളത്തിൽ 24 മണിക്കൂറിനിടെ 200 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ത്യയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ പകുതിയും കേരളത്തിലാണ്. സംസ്ഥാനത്ത് 3096 പേർ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കോവിഡ് ഉയരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. കേരളത്തിന് പിന്നാലെ തമിഴ്നാട്ടിലും കർണാടകയിലും കോവിഡ് വ്യാപനമുണ്ട്. കർണാടകയിൽ 122 പേർക്ക് കോവിഡ് ബാധിച്ചു. 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കർണാടക ചില നിയന്ത്രണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. കേരളത്തിൽ നിലവിൽ നിയന്ത്രണങ്ങളൊന്നുമില്ലെങ്കിലും ആശുപത്രികളിൽ എത്തുന്നവർ മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെ ഇത്തവണയും ഭക്ഷണം ഒരുക്കും. നോൺ വെജ് വിവാദത്തെ തുടർന്ന് കലാമേളയിൽ ഇനി ഭക്ഷണം ഒരുക്കില്ല എന്ന് കഴിഞ്ഞ തവണ പഴയിടം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ വിളമ്പൂ എന്ന് സർക്കാർ വ്യക്തമാക്കിയതോടെയാണ് പാചകത്തിനുള്ള ടെൻഡറിൽ പഴയിടം പങ്കെടുത്തത്. ജനുവരി 3 കൊല്ലത്തെ കലോത്സവ കലവറയിൽ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുമെന്നും താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്നും പഴയിടം മോഹനൻ നമ്പൂതിരി പ്രതികരിച്ചു. കലോത്സവ ഭക്ഷണത്തിൽ നോൺ വെജും ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇനി കലോത്സവത്തിന് ഭക്ഷണം ഒരുക്കില്ലെന്ന് പഴയിടം പ്രഖ്യാപിച്ചത്. നോൺ വെജ് വിവാദത്തിന് പിന്നിൽ വർഗീയ അജണ്ടയാണെന്നും വിവാദങ്ങൾ വല്ലാതെ ആശങ്ക ഉണ്ടാക്കിയെന്നും പഴയിടം അന്ന് പ്രതികരിച്ചിരുന്നു. എന്നാൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ വിളമ്പൂ എന്ന് സർക്കാർ ഉറപ്പു പറഞ്ഞതോടെയാണ് പഴയിടം വീണ്ടും കലോത്സവത്തിലേക്ക് എത്തുന്നത്. KSU പ്രവർത്തകരെ നിയമവിരുദ്ധമായി മർദ്ദിച്ചതിന് മുഖ്യമന്ത്രിയുടെ കമാൻഡോകൾക്കെതിരെ കേസെടുത്തു. IPC 323, 324, 34 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ FIRൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കോടതി നിർദ്ദേശപ്രകാരം കുറുപ്പുംപടി പോലീസാണ് കേസെടുത്തത്. 4 FIRകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം നവകേരള ബസിന് നേരെ പ്രതിഷേധിച്ച കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിൽ ഉണ്ടായിരുന്നവർക്കെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് 2 ദിവസം മുൻപ് കേസെടുത്തിരുന്നു. ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ഡിസംബർ 15 ആലപ്പുഴ ജില്ലയിലെ കായംകുളം നിയമസഭാ മണ്ഡലത്തിലെ നവകേരള സദസ്സ് വേദിയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിസഭാ സഹപ്രവർത്തകരും പോകുമ്പോഴായിരുന്നു പ്രതിഷേധം.